കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ ഒപ്പിടാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ CPI രംഗത്തെത്തുന്നു. CPIയുടെ നിലപാടിൽ മാറ്റമില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മീഡിയ വണ്ണിനോട് ഇപ്പോൾ പറഞ്ഞത്. പദ്ധതിയുടെ ഭാഗമായാൽ കേരളം ഉയർത്തിപ്പിടിക്കുന്ന ബദൽ രാഷ്ട്രീയത്തിന്റെ സമീപനം ഇല്ലാതാകുമോ എന്ന ആശങ്കയുണ്ട്. എതിർപ്പറിയിക്കേണ്ടയിടത്ത് അറിയിക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. PM ഞങ്ങളുടെ എതിർപ്പ് പ്രധാനമായിട്ടും NEP-യോട് ബന്ധപ്പെട്ടതാണ്. NEP എന്ന് വിളിക്കപ്പെടുന്ന എഡ്യൂക്കേഷണൽ പോളിസി വിദ്യാഭ്യാസ രംഗത്ത് RSSന്റെയും BJP-യുടെയും അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു നീക്കമാണ്. അതിന്റെ ലക്ഷ്യം വിദ്യാഭ്യാസത്തിന്റെ വർഗീയവൽക്കരണമാണ്, വിദ്യാഭ്യാസത്തിന്റെ വാണിജ്യവൽക്കരണമാണ്. ഇത് രണ്ടുമാണ് ഇതിന്റെ കാതൽ. ആ പദ്ധതി നടപ്പിലാക്കണം എന്ന വ്യവസ്ഥയോട് കൂടി PMCയുടെ ഭാഗമായി മാറിയാൽ അതെല്ലാ രംഗത്തും കേരളം ഉയർത്തിപ്പിടിക്കുന്ന ബദൽ ധന്യതലത്തിന്റെ രാഷ്ട്രീയം അത്രമാത്രം ഫലപ്രദമായി ഉയർത്തിപ്പിടിക്കാൻ കഴിയും എന്ന ആശങ്ക CPIക്കുണ്ട്. അത് അറിയിച്ചിട്ടുണ്ട്. സെയ്ഫ് സൈൻലാബിദ്ദീനാണ് വിവരങ്ങൾ നൽകാനുള്ളത്. സെയ്ഫ്, ബിനോയ് വിശ്വം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അദ്ദേഹം നേരത്തെയുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അഥവാ ദേശീയ വിദ്യാഭ്യാസ നയം ആണ് CPI പ്രശ്നമായി ഉന്നയിക്കുന്നത്. ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതുകൂടി കേരളത്തിലും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള സംഘപരിവാർ ഒളിച്ചുകടത്തൽ ഉണ്ടാകും എന്നുള്ള ഭയവും ആശങ്കയുമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. ഇങ്ങനെ വലിയൊരു ആശങ്കയിരിക്കെ എങ്ങനെയാണ് സർക്കാരിന്, പിണറായി വിജയൻ സർക്കാരിന് ഈ നയത്തിൽ ഒപ്പിടാൻ അല്ലെങ്കിൽ ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കുക? എന്താണ് ബിനോയ് വിശ്വം പറഞ്ഞു വെക്കുന്നത്? സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞു വരുന്ന കാര്യം ഏതാണ്ട് 1400 കോടിയോളം രൂപ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് കിട്ടാനുണ്ട്. ഈ പദ്ധതിയിലെ ഭാഗമാകാത്തത് കൊണ്ട് കിട്ടാതെ ഇരിക്കുന്ന പണമുണ്ട്. ആ പണം കിട്ടുക എന്നുള്ളതാണ് അവർ ഇതിന് ന്യായമായി പറയുന്നത്. പക്ഷേ ഒരു മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിലേക്ക് ഈ വിഷയം വന്ന സമയത്ത് മന്ത്രി P. പ്രസാദാണ് ഇത് ഒപ്പിടാൻ കഴിയില്ല എന്നുള്ള നിലപാട്, അത് അദ്ദേഹത്തിന്റെ നിലപാടല്ല, അത് പാർട്ടിയുടെ നിലപാട്, CPIയുടെ നിലപാടായിട്ട് അദ്ദേഹം വ്യക്തമാക്കിയത്. CPIയുടെ എതിർപ്പ് മൂലമാണ് അത് വേണ്ട എന്ന് വെച്ചത്. പക്ഷേ അതിനകത്ത് ഒപ്പിടാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിച്ചേരുമ്പോൾ CPIയുടെ എതിർപ്പ് പഴയ പോലെ തന്നെ നിലനിൽക്കുകയാണ്. അത് വേണ്ട, അത് സംഘപരിവാർവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്, അതിനകത്ത് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് എന്നുള്ള നിലപാട് CPI ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ വിയോജിപ്പ് രേഖപ്പെടുത്തുമ്പോഴും സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമോ അല്ലെങ്കിൽ CPM മുന്നോട്ട് പോകുമോ എന്നുള്ള ചോദ്യം പ്രസക്തമായി നിലനിൽക്കുകയാണ്. ഒരുപക്ഷെ മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ CPI അവരുടെ എതിർപ്പ് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ 1400 കോടിയോളം രൂപ കിട്ടാനുണ്ട് എന്നൊക്കെ CPM പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് മറികടക്കുക എന്നുള്ള ചോദ്യം മറ്റൊരു പ്രസക്തമായ വിഷയമായിട്ട് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും CPI അവരുടെ എതിർപ്പ് രേഖപ്പെടുത്തുകയാണ്. ഇത് സംഘപരിവാർവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. അത് എവിടെയൊക്കെ എതിർപ്പ് രേഖപ്പെടുത്താൻ പറ്റുമോ അവിടെയെല്ലാം എതിർപ്പ് രേഖപ്പെടുത്തും എന്നുള്ള നിലപാട് കൂടി CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു CPM-CPI തർക്കം അത് ഈ ഉടനെ പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലല്ല ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. നൗഫൽ.